ഹലോ, ഇന്ന് നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. തലേ ദിവസം തന്നെ പച്ചരി കുതിർത്ത് വെക്കണം. മാക്സിമം 1.5 മണിക്കൂറെങ്കിലും കുതിർക്കാനായി ഉപയോഗിക്കണം. ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. കുതിർത്ത് വെച്ച പച്ചരിയുടെ കൂടെ അല്പം തേങ്ങയും 3/4 ഗ്ലാസ് ചോറുമായി നന്നായി അരച്ചെടുക്കാം. വെള്ളം ചേർക്കാൻ മറക്കല്ലേ. അരച്ചു വെച്ച മാവിലേക്ക് അല്പം സോഡാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മാവിന് വേണം. മിനിമം 5-6 മണിക്കൂറെങ്കിലും ഇത് അടച്ച് വെക്കണം. 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി വെക്കാം. ഇളക്കി വെച്ച മാവ് ചുട്ടെടുക്കുന്ന പരിപാടിയെ ഇനി ബാക്കിയേ ഉള്ളൂ. സൂപ്പർ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പം ദാ നിങ്ങളുടെ മുന്നിൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.